എന്താ പ്രണവേ? ഞാൻ എത്ര വട്ടം ഐശ്വര്യ വിളിച്ചെന്നറിയോ? ഒരു തവണ പോലും ഐശ്വര്യ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുത്തിട്ടൊന്ന് ദേഷ്യപ്പെടുവോ, എന്നെ ഒന്ന് വഴക്ക് പറയാ ചേരുന്നെങ്കിൽ അത്രയെങ്കിലും ഒരു സമാധാനമായേനെ. ഇതൊരുമാതിരി തലയ്ക്ക് പ്രാന്ത് പിടിക്കുക. ഞാൻ എന്ത് എടുത്ത് ചെയ്യണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, ഏട്ടത്തി ഐശ്വര്യ ഒന്ന് വിളിച്ചു നോക്കൂ. ഏട്ടത്തി വിളിച്ച് അവള് ഫോൺ എടുക്കും. എന്നിട്ട് കാര്യം ഒന്ന് പറ, എന്നൊന്ന് വിളിക്കാൻ പറ. അല്ലെങ്കിൽ എന്റെ കോളൊന്ന് അറ്റൻഡ് ചെയ്യാനെങ്കിലും പറ. പ്ലീസ് ഏട്ടത്തി ഒന്ന് വിളിക്ക്. ഞാൻ വിളിക്കാം. ഏട്ടത്തി വിളിച്ചിട്ട് എടുത്തില്ലല്ലേ? ചിലപ്പോ ഉറങ്ങിക്കാണും. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഉറങ്ങിയിട്ടില്ല, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അതിനർത്ഥം എന്താ ഏട്ടത്തി? എന്നെ വേണ്ടാന്ന് ഐശ്വര്യ തീരുമാനിച്ചെന്നല്ലേ? അങ്ങനൊന്നും കരുതണ്ട. പാർക്കിൽ വെച്ച് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായതല്ലേ. ആ ഷോക്കിൽ നിന്ന് അവള് റിക്കവർ ആയിട്ടുണ്ടാവില്ല. എന്തായാലും തിരിച്ചു വിളിച്ചോളും. എടുത്തി ഒരു ഉപകാരം ചെയ്യൂ. നാളെ ഐശ്വര്യ ഒന്ന് പോയി കാണാൻ പറ്റുമോ? കാര്യങ്ങളും എന്റെ അവസ്ഥയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാക്ക്. ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്ത സ്ഥിതിക്ക് ഞാൻ പോയി കണ്ടിട്ടും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ ഗൗതവുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. ഐശ്വര്യ നിനക്കൊരിക്കലും നഷ്ടപ്പെടില്ല പ്രണവേ. ആ ഉറപ്പ് ഈ ചേട്ടത്തി തരാം. എന്താ പോരെ? ദേ അമ്മ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ വിളിച്ചപ്പോഴും ഐശ്വര്യ ഫോൺ കട്ട് ചെയ്തു അല്ലേ? ഫോൺ കട്ട് ചെയ്യുക മാത്രമല്ല, രണ്ടാമത് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ശിവാനി ആ പ്രശ്നം ഉണ്ടാക്കിയതോടെ ഐശ്വര്യ പൂർണ്ണമായും പിന്മാറി കാണുമെന്ന. പ്രണവ് പറഞ്ഞതനുസരിച്ച് ഐശ്വര്യയ്ക്കും അവനോട് ഇഷ്ടം തോന്നി തുടങ്ങിയതൊക്കെയാ. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ ഐശ്വര്യ പ്രതീക്ഷിച്ചു കാണില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഈ പിന്മാറ്റം. ഞാൻ വിളിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ ഐശ്വര്യയെ കണ്ടിട്ടും കാര്യമില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ ഗൗതം. നമുക്ക് നാളെ ഐശ്വര്യയുടെ വീട് വരെ ഒന്ന് പോയാലോ? നേരിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു വിവാഹാലോചന. എന്തു പറയുന്നു? ഗൗതം എന്താ? എന്തെങ്കിലും ഒരു മറുപടി പറ. നാളെ നമുക്ക് ഐശ്വര്യയുടെ വീട് വരെ ഒന്ന് പോണം. നാളെ നമുക്ക് ഒരിടം വരെ പോകണം. പക്ഷെ അത് ഐശ്വര്യയുടെ വീട്ടിലേക്കല്ല. പിന്നെ നമുക്ക് പോയി ഒരാളെ കാണണം. എനിക്കറിയാവുന്ന ആളാ. നിന്നെ ഒന്ന് കാണിച്ചു തരാം. അതാരാ അങ്ങനെ ഒരാള്? എന്തായാലും നാളെ രാവിലെ നീ റെഡിയായിക്കും. നാളെ നേരിട്ട് കണ്ടാൽ മതി ആളെ. ആ കാഴ്ചയിൽ നീ ശരിക്കും ഞെട്ടും. പ്രണവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാവും. ആരെയാ നാളെ കാണാൻ പോകുന്നതെന്നൊന്ന് പറയൂ ഗൗതം. നോ, അത് സർപ്രൈസ്. നാളെ കടൽത്തീരത്ത് വെച്ച് നമ്മൾ അയാളെ കാണും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നേരത്തെ എഴുന്നേറ്റ് റെഡിയായോ? എത്രയെന്ന് പറഞ്ഞാ മോളെ ഇങ്ങനെ വെറുതെ കിടക്കുന്നത്? എപ്പോഴും ഉറക്കം തന്നെയല്ലേ. അതുകൊണ്ടെന്താ, ഉറക്കം എന്നേക്കാൾ മുമ്പേ അങ്ങ് മരിച്ചു. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നെഗറ്റീവ് വർത്താനം പറയല്ലേ. ആന്റിക്ക് ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാ അങ്ങനൊരു തോന്നല് എനിക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതാ പതുക്കെ അടുക്കളയിലേക്ക് വന്നത്. തോന്നലൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ അടുക്കളയിലേക്കുള്ള ഈ വരവ് വേണ്ട. മുറി തന്നെ ഇരുന്ന് നന്നായിട്ട് വിശ്രമിക്കണം. ചായ കുടിക്കും. ആഹാ, നീ ഇങ്ങോട്ട് പോന്നോ? എല്ലാവരും അടുക്കളയിലെത്തി ചായ കൈപ്പറ്റുകയാണല്ലോ. കുടിക്കും. ഇന്നലെ ഏട്ടന്റെ അടുത്ത് മറ്റേ കേസ് സംസാരിച്ചായിരുന്നു നടത്തി. സംസാരിച്ചു എന്ന് മാത്രല്ല, ഗൗതം ഒരു തീരുമാനം പറയുകയും ചെയ്തു. ഏട്ടനെന്താ തീരുമാനിച്ചേ? ഐശ്വര്യ പോയി കാണാന്ന് പറഞ്ഞ അവളുടെ വീട്ടിലേക്കാണോ പോന്നേ?
തൽക്കാലം ഐശ്വര്യയുടെ വീട്ടിലേക്കോ ഐശ്വര്യയെ കാണാനോ പോകണ്ട എന്നാണ് ഗൗതം പറയുന്നത്. പിന്നെ വേറെ ആരെയോ ഇന്ന് കാണാൻ പോണോന്നും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും ഗൗതം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആരാണെന്ന് ചോദിച്ചിട്ട് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുവോ. എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കെ. നിന്റെ ചേട്ടൻ എന്തെങ്കിലും തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സാധിക്കാതെ പിന്മാറുമെന്ന് തോന്നുന്നുണ്ടോ? ദേ ആളവിടെ റെഡിയാവുക. ഞാനും പോവാൻ റെഡിയായിട്ട് നിൽക്കുക. പിന്നെന്തിനാടാ നീ ഇങ്ങനെ ടെൻഷനാവുന്നത്? നീ ചായ കുടിക്കും. എന്താ നിധി കാര്യം? എടാ ആന്റിയോട് പറയട്ടെ. ഇടത്തേക്ക് പറയണമെന്നാ തോന്നുന്നെങ്കിൽ പറഞ്ഞോ, ഞാനായിട്ട് തടയുന്നില്ല. ആന്റി, അത് വേറൊന്നുമല്ല. ശിവാനി പോയതിനു ശേഷം ഇവന് അത്യാവശ്യം കള്ളുകൂടിയൊക്കെ അങ്ങ് തുടങ്ങി. ഒരു വിധത്തില് ഇവനൊന്ന് നേരെയാക്കി കൊണ്ടുവന്നപ്പോ ഒരു പെൺകുട്ടിയുമായി ഇവനൊരടുപ്പം തോന്നി. ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളില് ഇപ്പൊ പഠിപ്പിക്കുന്ന ടീച്ചറാണ് പുള്ളിക്കാരി. പേര് ഐശ്വര്യ. നല്ല കുട്ടിയാ. ആഹാ, അത് നല്ല കാര്യമല്ലേ? അതെ അതെ. പക്ഷേ ഇന്നലെ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ ഇവൻ വിളിച്ചിട്ട് ആ കുട്ടി ഫോൺ എടുക്കുന്നില്ല. ഞാനും ഗൗതമും കൂടി ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ ഒരാളെ കാണാൻ വേണ്ടി പോവാ. നിധി, നിധി. ദേ ഗൗതം റെഡിയായി വന്നു തോന്നുന്നു. ഞാനും എന്നാ പിന്നെ ഇറങ്ങട്ടെ. നീ ഇപ്പോഴും അടുക്കളപ്പണിയിലാണോ? പോണ്ട നമുക്ക്. ഞാൻ റെഡിയായിട്ട് നിൽക്കുക ഗൗതം, നമുക്കിറങ്ങാം. എടാ ഞങ്ങൾ ഇറങ്ങാം. കാര്യങ്ങളൊക്കെ ഏട്ടത്തി പറഞ്ഞു. ഇനി എന്റെ ആകെ പ്രതീക്ഷ ഉള്ളത് ഏട്ടൻ മാത്രമാണ്. എല്ലാം നല്ലതായിട്ട് തന്നെ വരും. ആരെയും വിഷമിപ്പിക്കാത്ത നല്ലൊരു ജീവിതം നിനക്ക് കിട്ടുകയും ചെയ്യും. നിധി, നമുക്കിറങ്ങാം. ആ പ്രണവേ, പോയിട്ട് വരാമേ. ആന്റി, ഞങ്ങൾ ഇറങ്ങാം. മോൻ വിഷമിക്കാതിരിക്കേ. ഐശ്വര്യയുടെ പിണക്കൊക്കെ മാറും. എന്തിനാ ഗൗതം ഇത്ര സസ്പെൻസ്? ആരെ കാണാനാ വന്നതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ചില കാര്യങ്ങൾ കണ്ടറിയുമ്പോൾ കിട്ടുന്നൊരു ഞെട്ടലും ആ ഞെട്ടലിന്റെ ഒരു സുഖവും പറഞ്ഞറിഞ്ഞാലൊന്നും കിട്ടില്ല. ഓ പിന്നെ ആ ദേ ആ കക്ഷി വിളിക്കുന്നുണ്ട്. ആ അതെ, അവിടെ തന്നെ. ഞാൻ അവിടെ നിൽപ്പുണ്ട്. ശരി. ആ ഇനി ഒരു 100 മീറ്റർ അത്രേ ഉള്ളൂ. വന്നോളൂ. ആ ഓക്കെ. ആള് തൊട്ടടുത്തെത്തി. തൽക്കാലം നിങ്ങൾ പരസ്പരം കാണണ്ട. നീ അങ്ങോട്ടൊന്ന് മാറി നിന്നോ. എന്തിനാ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത്? നീ ഒന്ന് മാറി നിൽക്കേ പ്ലീസ്. ഈ ഗൗതമിന്റെ കാര്യം കൊണ്ട് തോറ്റു. ദേ ആള് വന്നു കഴിയുമ്പോ ഞാൻ ഇങ്ങ് വരും കേട്ടല്ലോ. ആ